ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നലത്തെ ഒരു എവിക്ഷൻ കണ്ടു. ഫസ്റ്റത്തെ ഇതിനകത്ത് നമ്മുടെ രേണുസുതിയും നമ്മുടെ അപ്പൻ ശരത്തും മാറി. അപ്പം എനിക്ക് തോന്നുന്നു അപ്പൻ ശരത്തിന് അത്യാവശ്യം വോട്ടുണ്ടായിരുന്നു. വോട്ടുണ്ടായിട്ട് അപ്പൻ ശരത്ത് പോയത് എനിക്ക് തോന്നുന്നു ലാംഗ്വേജിൻ്റെ പ്രോബ്ലം കൊണ്ടാണെന്ന് തോന്നുന്നത്. അനാവശ്യ വാക്കുകളൊക്കെ പ്രയോഗിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പൻ ശരത്ത് മാറിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിസേലിൻ്റെ അതായത് പ്രധാന ഇഷ്യൂ ആണ്. ജിസേലും നമ്മുടെ ആരിനും കൂടി ആയിട്ടുള്ള ഒരു ബാഡായിട്ടുള്ള ചിത്രീകരണം നമ്മുടെ അനുമോള് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ അനുമോള് പറഞ്ഞല്ലോ ഇവർ തമ്മിൽ കിസ് ചെയ്യുന്നത് കണ്ടതായിട്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ ലാലേട്ടൻ കുറേ തവണ ചോദിച്ചു. അപ്പോൾ അപ്പോഴും അനുമോള് പറയണത് ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ. അതായത് അപ്പം ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ 5 to 6 hours ഇരുന്ന് നോക്കിയിട്ട് പോലും ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനുമോള് കണ്ടു എന്നാണ് പറയുന്നത്. നമുക്ക് ചെറിയ ചെറിയ പോർഷൻ, നമ്മൾ സാധാരണ അനുമോള് എന്ത് കാര്യത്തിനും പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കരയുന്നത്. എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ലാലേട്ടൻ അത്രയും സംസാരിച്ചിട്ട് അനുമോള് കരഞ്ഞില്ല? അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അനുമോള് എന്തായാലും ഒരു നല്ല ഒന്നാമതൊരു ഫേക്കാണ്. അനുമോളുടെ റിയൽ ക്യാരക്ടർ അല്ല ഇത്. അനുമോള് നന്നായിട്ട് എന്തിന് കണ്ണീര് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള കുടുംബ പ്രേക്ഷകരെ പെട്ടെന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യും എന്നൊരു ധാരണ അനുമോള് ശരിക്കും ഉണ്ട്. അനുമോള് സീരിയൽ പ്രവർത്തനത്തിൽ നിന്ന് വന്നതാണല്ലോ. അപ്പോൾ അനുമോളുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞാൽ മലയാള പ്രേക്ഷകർ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ്. ലൈവൊക്കെ കണ്ട പേഴ്സണാണ്. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെയുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ ആരെങ്കിലും കണ്ടതായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷെ അനുമോള് കണ്ടു എന്നാണ് പറയണത്. നമ്മൾ അതായത് മുൻ ബിഗ് ബോക്സിലെ ആൾക്കാരൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുൾ ക്യാമറ എന്ന് പറഞ്ഞു. എന്ത് ചെയ്താലും അവിടെ ഫുൾ ക്യാമറയാണ്. ആ ക്യാമറ ഈവൻ ഒരു ശ്വാസം വലിച്ചാൽ പോലും അതിലറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെയെന്ന് പറയുന്ന നേരത്ത് രാത്രി കിടക്കുമ്പോൾ പോലും ബ്ലൈൻഡ്സ് ഇട്ടൊക്കെ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥകളാണ് അവിടെ വന്നേക്കണേന്ന്. അത്രയ്ക്ക് വെളിച്ചമുള്ളപ്പോൾ ആരെങ്കിലും ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് പോകുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അനുമോളുടെ വെറും തന്ത്രങ്ങൾ മാത്രം. പക്ഷെ ഇത് ഭയങ്കര ചീപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ടുള്ള തന്ത്രമായിപ്പോന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെ ഇത്രയും പറഞ്ഞിട്ട് പോലും എന്താ അനുമോൾ എന്തൊന്ന് കരയാഞ്ഞ? അല്ലെങ്കിൽ അനുമോളെ എന്തുകൊണ്ടില്ല അപ്പോൾ കരയുന്ന ആൾ. ഇവൻ ആ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ കത്തിച്ചൊരു സീൻ കണ്ടപ്പോഴത്തേക്കും അനുമോളെ എന്നെ കരച്ചില്ല. എന്തൊരു അഭിനയമായിരുന്നു എൻ്റെ പൊന്നെ. അവളെ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. അനുമോളെ കഴിഞ്ഞിട്ടേ വേറെ ആരാണെങ്കിലും കരയത്തുള്ളൂ. അപ്പം അതുപോലെ എന്തുകൊണ്ട് അനുമോൾ ഇത് ഇങ്ങനെ കണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കണോ? എനിക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചോണ്ട് നിൽക്കണം. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ലാലിൻ്റെ അത്രയും പറഞ്ഞിട്ടില്ല അനുമോൾ കരയുന്നില്ല. ബാക്കി എന്ത് കാര്യം വന്നാലും അനുമോൾ അവിടെ പോയിരുന്ന് കരയുന്നു, ഇവിടെ പോയിരുന്ന് കരയുന്നു. ഇവൻ നെവിൻ്റെ പ്രശ്നം വന്നപ്പോൾ അനുമോൾ അങ്ങോട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കരയണം. അപ്പം നമുക്കിത് മനസ്സിലാക്കാം അനുമോളിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം കളിക്കും. നല്ല ഒന്നാമതൊരു നാടകം അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ അനുമോളെ ആദ്യം ഇഷ്ടമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ട് അനുമോൾ അങ്ങ് വെറുത്തുപോയി. സത്യമായിട്ട് അനുമോളിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയണമെന്നില്ല. പക്ഷെ അനുമോളിൻ്റെ ഈ ഒരു ടൈപ്പിലുള്ള ഗെയിമൊന്നും അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എനിക്ക് എന്നോട് ഒട്ടും തന്നെ താല്പര്യമില്ല. അതായത് ഇതൊക്കെ അനുമോളിൻ്റെ ഒരു നല്ല ഒന്നാമതൊരു നാടകമെന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത്രയും വലിയ നാടകം അനുമോൾ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ മലയാളി പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലെന്ന് പറയാം. പക്ഷെ അനുമോളിന് വോട്ട് എന്നുള്ള സംഭവം വരുന്നുണ്ട്. അപ്പം ഇത്രയും വോട്ട് വരണം. കാരണം എന്തുകൊണ്ട് നമ്മുടെ കുടുംബ പ്രേക്ഷകർ അത് മനസ്സിലാക്കുന്നില്ല. അപ്പം അനുമോളുടെ മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരച്ചിലൊക്കെ പെട്ടെന്ന് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ വീട്ടിലിരിക്കുക അത് കുടുംബത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഗെയിം കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് അനുമോളുടെ വിചാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്കെന്തായാലും അനുമോളിലെന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിൻ്റെ ഉസ്താദാന്ന് തോന്നുന്നു. അതുപോലെയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഒരു ഗെയിമാണ്. നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെന്താണോ അതേപോലെ നിന്ന് കളിക്കണമെങ്കിൽ ഓക്കെ. ഇതങ്ങനെയൊന്നുമില്ല അനുമോളുടെ കളി. വെറും എന്താ പറയണത്, ചീപ്പ് ഗെയിം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയായിട്ട് എനിക്കാണെങ്കിൽ തോന്നിയേക്കണത്.